നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ 2025 എയിംസിന്റെ വിവിധ സ്ഥാപനങ്ങളിലെ BSc നഴ്സിംഗിന്റെയും പാരാമെഡിക്കൽ കോഴ്സുകളുടെയും പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗിന്റെയും അഡ്മിഷന് വേണ്ടിയുള്ള എൻട്രൻസ് എക്സാമിന്റെ ബേസിക് രജിസ്ട്രേഷൻ ആരംഭിച്ചിട്ടുണ്ട്. ഏപ്രിൽ 8-ാം തീയതി മുതൽ മെയ് 7-ാം തീയതി വരെയാണ് ബേസിക് രജിസ്ട്രേഷൻ ചെയ്യുവാനുള്ള സമയം. ബേസിക് രജിസ്ട്രേഷൻ ചെയ്യുന്ന കുട്ടികളുടെ രജിസ്ട്രേഷൻ ചെക്ക് ചെയ്തതിനു ശേഷം അത് അക്സെപ്റ്റ് ആണ് എങ്കിൽ ഏപ്രിൽ 17-ാം തീയതി മുതൽ തന്നെ അവർക്ക് കോഡ് ജനറേഷൻ ചെയ്യുവാൻ സാധിക്കും. ബേസിക് രജിസ്ട്രേഷൻ പുതിയതായിട്ട് ചെയ്യുന്ന കുട്ടികൾക്ക് അത് ചെയ്തതിന് ശേഷം 4-5 ദിവസത്തിനുള്ളിൽ മാത്രമേ അത് അക്സെപ്റ്റ് ആയോ എന്ന് അറിയുവാൻ സാധിക്കുകയുള്ളൂ. അക്സെപ്റ്റ് ആയതിനു ശേഷം മാത്രമാണ് ഏപ്രിൽ 17-ാം തീയതി മുതൽ കോഡ് ജനറേഷൻ ചെയ്യുവാൻ സാധിക്കുന്നത്. ഏപ്രിൽ 17-ാം തീയതി മുതൽ തന്നെ കോഡ് ജനറേഷനും ഫൈനൽ രജിസ്ട്രേഷനും ചെയ്ത് ഫീ പേയ്മെന്റും നടത്താം. മുൻ വർഷങ്ങളിൽ എയിംസിന്റെ എൻട്രൻസ് എക്സാമിന് വേണ്ടി അപേക്ഷിച്ചിട്ടുള്ള കുട്ടികൾ ഇപ്പോൾ ബേസിക് രജിസ്ട്രേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. അവർ ഏപ്രിൽ 17-ാം തീയതി മുതൽ കോഡ് ജനറേഷനും ഫൈനൽ രജിസ്ട്രേഷനും ചെയ്താൽ മാത്രം മതി. ജനറൽ OBC EWC വിഭാഗത്തിലുള്ളവർക്ക് 2000 രൂപയും SC/ST വിഭാഗത്തിൽ ഉള്ളവർക്ക് 1600 രൂപയും PWBD വിഭാഗത്തിലുള്ളവർക്ക് ആപ്ലിക്കേഷൻ ഫീസ് ഒന്നും തന്നെയും ഇല്ല. ബേസിക് രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് ഫോട്ടോ, സിഗ്നേച്ചർ, തമ്പ് ഇംപ്രഷൻ എന്നിവ ഉണ്ടായിരിക്കണം. അപ്ലോഡ് ചെയ്യുന്ന ഫോട്ടോഗ്രാഫ് ക്ലിയർ ആയിരിക്കണം, ബ്ലർ ആകുവാൻ പാടില്ല. അതുപോലെ അതിൽ മാർക്കിങ്, പേര്, ഡേറ്റ് ഓഫ് ബർത്ത് എന്നിവയൊന്നും ഉണ്ടാകാൻ പാടില്ല. കളർ പാസ്പോർട്ട് സൈസ് ഫോട്ടോഗ്രാഫാണ് ഉണ്ടായിരിക്കേണ്ടത്. വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കണം. 6 മാസത്തിൽ കൂടുതൽ പഴയ ഫോട്ടോ ആകരുത്. അപ്ലോഡ് ചെയ്തു കൊടുക്കുന്ന ഫോട്ടോഗ്രാഫ്, തമ്പ് ഇംപ്രഷൻ, സിഗ്നേച്ചർ എന്നിവ വളരെ ക്ലിയർ ആയിട്ടുള്ളതും അതിൽ മാർക്കിംഗ് ഉള്ളതും ഒന്നും ആകുവാൻ പാടില്ല. അങ്ങനെയുള്ള ഫോട്ടോഗ്രാഫ്, സിഗ്നേച്ചർ, തമ്പ് ഇംപ്രഷൻ എന്നിവ അപ്ലോഡ് ചെയ്തു കൊടുക്കുമ്പോഴാണ് നിങ്ങളുടെ ബേസിക് രജിസ്ട്രേഷൻ റിജക്റ്റ് ആകുന്നത്, അക്സെപ്റ്റ് ആകാതെ വരുന്നത്. അതുകൊണ്ട് ഈ 3 കാര്യങ്ങളും അപ്ലോഡ് ചെയ്തതിനു ശേഷം അത് കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്തതിനു ശേഷം മാത്രം വേണം പ്രൊസീഡ് ചെയ്യുവാൻ. ബേസിക് രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് കാറ്റഗറി സർട്ടിഫിക്കറ്റ്, EWS, OBC, നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് എന്നിവ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. OBC നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റ് 2025 ജൂൺ 1 മുൻപ് എടുത്തത് ആയിരിക്കണം. 1 വർഷം വാലിഡിറ്റി ഉണ്ടാകാൻ പാടുള്ളൂ. EWS സർട്ടിഫിക്കറ്റ് ഏപ്രിൽ 2025 ശേഷം എടുത്തത് ആയിരിക്കണം. ജൂൺ 2025 മുൻപായിട്ട് എടുക്കണം. കാറ്റഗറി റിസർവേഷൻ സർട്ടിഫിക്കറ്റുകൾ ഇപ്പോൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ല. ബേസിക് രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് 10th മാർക്ക് ഷീറ്റ്, 12th റിസൾട്ട് വരാത്തവർക്ക് അത് കുഴപ്പമില്ല. റിസൾട്ട് വന്നതിന് ശേഷം അത് എൻ്റർ ചെയ്ത് കൊടുത്താൽ മതിയാകും. 12th ഡീറ്റെയിൽസ് മാത്രം ഇപ്പോൾ എൻ്റർ ചെയ്ത് കൊടുത്താൽ മതി. ഫൈനൽ രജിസ്ട്രേഷൻ സമയത്താണ് 12th റിസൾട്ട് എൻ്റർ ചെയ്ത് കൊടുക്കേണ്ടത്. 17 വയസ്സ് മുതൽ 35 വയസ്സ് വരെയുള്ള പെൺകുട്ടികൾക്ക് മാത്രമാണ് BSc നഴ്സിംഗിന് അപേക്ഷിക്കാവുന്നത്. പോസ്റ്റ് ബേസിക് BSc നഴ്സിംഗിന് ആൺകുട്ടികൾക്കും അപേക്ഷിക്കാം. www.aimsexams.ac.in എന്ന വെബ്സൈറ്റിലൂടെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത്. BSc നഴ്സിംഗിനും പാരാമെഡിക്കൽ കോഴ്സുകൾക്കും അപേക്ഷിക്കുന്ന കുട്ടികൾ ബേസിക് രജിസ്ട്രേഷൻ ഒരു തവണ മാത്രം ചെയ്താൽ മതി. എന്നാൽ അതിനുശേഷമുള്ള ROC കോഡ് ജനറേഷനും ഫൈനൽ രജിസ്ട്രേഷനുമെല്ലാം 2 പ്രാവശ്യം ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുപോലെ ആപ്ലിക്കേഷൻ ഫീസും രണ്ടിനും സെപ്പറേറ്റ് ആയിട്ട് അടയ്ക്കണം. ബേസിക് രജിസ്ട്രേഷൻ ചെയ്യുന്ന സമയത്ത് വാലിഡ് ആയിട്ടുള്ള ഇമെയിൽ IDയും ആക്റ്റീവ് ആയിട്ടുള്ള ഫോൺ നമ്പരും ഉണ്ടായിരിക്കണം. പേഴ്സണൽ ഡീറ്റെയിൽസ് എൻ്റർ ചെയ്ത് കൊടുക്കണം. വാലിഡ് ആയിട്ടുള്ള ഫോട്ടോ ID പ്രൂഫ് ഉണ്ടാകണം. ID പ്രൂഫായിട്ട് SSLC സർട്ടിഫിക്കറ്റ്, പാസ്പോർട്ട്, ആധാർ കാർഡ്, ഡ്രൈവിംഗ് ലൈസൻസ്, 10th അഡ്മിറ്റ് കാർഡ് എന്നിവയിൽ ഏതെങ്കിലും ഒന്ന് ഉപയോഗിക്കാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ ഉപയോഗിക്കുന്ന ID പ്രൂഫാണ് പിന്നീട് എക്സാമിനേഷൻ ഹാളിലും ഉപയോഗിക്കേണ്ടത്. OBC നോൺ ക്രിമിനൽ സർട്ടിഫിക്കറ്റും EWS സർട്ടിഫിക്കറ്റും എയിംസ് പറയുന്ന ഡേറ്റിനുള്ളിൽ ഉള്ളത് ഉണ്ടെങ്കിൽ മാത്രം ഇപ്പോൾ അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതിയാകും. അത് ഇല്ലാത്ത കുട്ടികൾ അത് തയ്യാറാക്കി വെക്കുക. അതിനുശേഷം അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ട സമയത്ത് അത് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി. ജനറൽ കാറ്റഗറിയിലുള്ളവർക്ക് കാറ്റഗറി സർട്ടിഫിക്കറ്റ് ആവശ്യമില്ല. SC/ST വിഭാഗത്തിൽ ഉള്ളവർ അവരുടെ കൈവശമുള്ള പഴയ കാറ്റഗറി സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി. അപേക്ഷകൾ സമർപ്പിക്കുന്നവർ വളരെ ശ്രദ്ധാപൂർവം വേണം ഫോട്ടോ, തമ്പ് ഇംപ്രഷൻ, സിഗ്നേച്ചർ എന്നിവ അപ്ലോഡ് ചെയ്ത് കൊടുക്കുവാൻ. അതുകൊണ്ട് അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ കഫേ വഴിയോ ചെയ്യുന്നതാണ് നല്ലത്. ഫോട്ടോ, തമ്പ് ഇംപ്രഷൻ, സിഗ്നേച്ചർ എന്നിവ സ്കാൻ ചെയ്ത് എയിംസിന്റെ വെബ്സൈറ്റിൽ പറയുന്ന സൈസിലുള്ളതാണ് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടത്. ഈ 3 കാര്യങ്ങളും വളരെ ക്ലിയർ ആയിട്ടുള്ളത് ആയിരിക്കണം. ചെക്ക് ചെയ്തതിന് ശേഷം മാത്രം വേണം സബ്മിറ്റ് ചെയ്യുവാൻ. മെയ് 7-ാം തീയതി വരെയാണ് ബേസിക് രജിസ്ട്രേഷൻ ചെയ്യുവാനുള്ള സമയം. മുൻവർഷങ്ങളിൽ ചെയ്തിട്ടുള്ള കുട്ടികൾ ഇപ്പോൾ ബേസിക് രജിസ്ട്രേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. അവർ അതിനുശേഷമുള്ള കോഡ് ജനറേഷനും ഫൈനൽ രജിസ്ട്രേഷനും മാത്രം ചെയ്താൽ മതി. ബേസിക് രജിസ്ട്രേഷൻ പുതിയതായിട്ട് ചെയ്ത കുട്ടികൾക്ക് 4-5 ദിവസത്തിന് ഉള്ളിലാണ് അത് അക്സെപ്റ്റ് ആയോ എന്ന് അറിയുവാനായിട്ട് സാധിക്കുന്നത്. അക്സെപ്റ്റ് ആയ കുട്ടികൾക്ക് ഏപ്രിൽ 17-ാം തീയതി മുതൽ ഏപ്രിൽ 15-ാം തീയതി വരെ കോഡ് ജനറേഷനും ഫൈനൽ രജിസ്ട്രേഷനും അതുപോലെ ഫീ പേയ്മെന്റും നടത്താവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബൈ.